എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഞ്ജിത്ത് ആർ കെ തഴവ. എല്ലാവർക്കും ചലഞ്ചർ ആപ്പിൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ മൂന്നാമത്തെ വീഡിയോയാണ്. നമ്മൾ വളരെ ഗംഭീരമായിട്ട് ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് ആരംഭിക്കുന്നുണ്ട്. അത് വെക്കേഷൻ ടൈമിൽ 6ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് വേണ്ടിയും 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ടും, അതേപോലെ മുതിർന്ന ആൾക്കാർക്ക് വേണ്ടി സ്പെഷ്യലായിട്ടും 2 കോഴ്സുകളുണ്ട്. കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ എല്ലാവരും കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ ഉടൻ തന്നെ കോഴ്സ് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുക, അത് ബേസ് മുതൽ പഠിക്കുക എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ആദ്യം പോകേണ്ടത് നമ്മുടെ ഇൻഹിബിഷൻസ് ആണ്. നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ, ജീവിതത്തിൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളായിരിക്കും ഞാൻ പഠിപ്പിക്കുന്നത്. നമുക്ക് ട്രെയിനിങ് നേടിയ അധ്യാപകർ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഇൻ്റർവ്യൂ കൊടുക്കാൻ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്ന സർട്ടിഫൈഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഉള്ള അധ്യാപകർ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ദിവസങ്ങളിൽ വരും. അവർ നിങ്ങളെ കൂടുതലായിട്ട് പഠിപ്പിക്കും. സോ നമുക്കറിയാം, സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എവിടെ ചെന്നാലും, നിങ്ങളൊരു പുതിയ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ, നിങ്ങളെ ഒരു വേദിയിലേക്ക് വിളിക്കുമ്പോൾ, നിങ്ങളൊരു ജോലി സ്ഥലത്ത് ആദ്യമായിട്ട് ചെല്ലുമ്പോൾ, ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം, ഇങ്ങനെ നമ്മളെക്കുറിച്ച് പറയുക എന്നുള്ളത്, അതും കോൺഫിഡൻ്റ് ആയിട്ട് പറയുക, ഇംഗ്ലീഷിൽ പറയുക എന്നുള്ളത് എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ലാംഗ്വേജ് പ്രോബ്ലമാണ് അവിടെ പ്രശ്നം. അവിടെയാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത്. സത്യം പറഞ്ഞാൽ ലാംഗ്വേജ് ഉള്ള ഒരാളെ സംബന്ധിച്ച് തന്നെപ്പറ്റി മറ്റുള്ളവരോട് പറയുമ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഈസി ആയിട്ട് പറയാൻ സാധിക്കും. സോ നല്ലൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എങ്ങനെയായിരിക്കണം? പ്രത്യേകിച്ച് ഞാൻ സ്റ്റുഡൻസിനെ ഉദ്ദേശിച്ചാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഒരു 20 വയസ്സ് വരെയുള്ള സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ചെയ്യേണ്ടതാണ്. മുതിർന്നവർക്കും ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് പറയേണ്ട, അത്യാവശ്യം പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയണം. സോ ഒരിക്കൽ കൂടി എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഹൗ ടു മേക്ക് എ ഗുഡ് സെൽഫ് ഇൻട്രൊഡക്ഷൻ, എങ്ങനെയാണ് ഒരു നല്ല സെൽഫ് ഇൻട്രൊഡക്ഷൻ നമുക്ക് നടത്താൻ കഴിയുന്നത്? സോ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം വിഷ് ചെയ്യുക എന്നുള്ളതാണ്. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നമുക്ക് പറയാം. ഒരു ക്ലാസ്സിലോ ഒരു ഓഡിയൻസിൻ്റെ മുമ്പിലോ ഒക്കെ അവതരിപ്പിക്കുമ്പം ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഉപയോഗിക്കാം. ഇൻ്റർവ്യൂവിലാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഗുഡ് മോർണിംഗ് സേഴ്സ് എന്ന് പറയും. നമ്മളൊരു ഇൻ്റർവ്യൂ ബോർഡിനെ ഫേസ് ചെയ്തിട്ട് അകത്തോട്ട് ചെല്ലുമ്പം നമ്മൾ പുറത്ത് നിന്നിട്ട് കൈ കാണിച്ചിട്ടാണ് പറയുന്നത് സാർ മേ കമിൻ സാർ എന്നല്ല പറയേണ്ടത്, അകത്ത് കയറിയിട്ടാണ്. സാധാരണ അടച്ചുറപ്പുള്ള റൂമായിരിക്കും, AC റൂമായിരിക്കും. പുറത്ത് നിന്ന് വിളിച്ചാലൊന്നും കേൾക്കത്തില്ല. കതക് തുറന്ന് അകത്തേക്ക് നമ്മുടെ മുഖം കാണിച്ചിട്ടാണ് നമ്മൾ പറയേണ്ടത് മേ കമിൻ സാർ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പറയും പ്ലീസ് കമിൻ എന്ന് പറയും. അകത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത് ഗുഡ് മോർണിംഗ് സേഴ്സ്. ഒത്തിരി പേരുണ്ടെങ്കിൽ ഗുഡ് മോർണിംഗ് സേഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് സർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അവർ പറയും പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. നമ്മളിരിക്കും. ഇരുന്നിട്ടാണ് നമ്മൾ നന്ദി പറയേണ്ടത്. കൈ ഒരിക്കലും ടേബിളിൻ്റെ പുറത്ത് വെക്കരുത്. കൈ നമ്മുടെ മടിയിൽ തന്നെ വെക്കുക. കോൺഫിഡൻ്റ് ആയിട്ട് മുഖത്ത് നോക്കി ഉത്തരം പറയുക. ആദ്യത്തെ ചോദ്യം, പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. നിങ്ങളെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്താവോ? നമ്മൾ പറയുന്നത് ഗുഡ് മോർണിംഗ് സർ, ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് ടു യു. എല്ലായിടത്തും ഉപയോഗിക്കാം. ക്ലാസ്സിൻ്റെ മുമ്പിലായാലും സ്റ്റുഡൻസിനായാലും ഇൻ്റർവ്യൂ ബോർഡിൽ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് ടു യു സാർ, ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് ടു യു സാർ. ഒന്ന് പറഞ്ഞേ, ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് ടു യു സാർ. ഐ ആം, മൈ നെയിം ഈസ് എന്ന് പറയുന്നതിനേക്കാളുള്ളത് ഐ ആം മിസ്റ്റർ രഞ്ജിത്ത്, ഐ ആം വരുൺ, ഐ ആം മിസ് ലീല എന്നൊക്കെ നമുക്ക് പറയാം. ഐ ആം രഞ്ജിത്ത്. ഐ ആം ഫ്രം കരുനാഗപ്പള്ളി, ഐ ആം ഫ്രം കൊല്ലം, ഐ ആം ഫ്രം തഴവ, ഐ ആം ഫ്രം കേരള. എങ്ങനെയാണെങ്കിലും പറയാം. ഒരിക്കലും ഐ ആം കമ്മിങ് ഫ്രം എന്ന് പറയരുത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഐ ആം ഫ്രം ആൻഡ് ഐ ആം കമ്മിങ് ഫ്രം? ഐ ആം ഫ്രം കരുനാഗപ്പള്ളി, ഐ ആം കമ്മിങ് ഫ്രം ദ ടോയ്ലറ്റ്. ഞാൻ ടോയ്ലറ്റിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി വരുവാണെങ്കിൽ നമ്മളിപ്പോൾ എവിടെ നിന്നാണ് വന്നതെന്ന് പറയുന്നതിനാണ് ഐ ആം കമ്മിങ് ഫ്രം എന്ന് പറയുന്നത്. ഐ ആം ഫ്രം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥലം പറയുമ്പം ഐ ആം ഫ്രം തഴവ, ഐ ആം ഫ്രം കരുനാഗപ്പള്ളി, ഐ ആം ഫ്രം കൊല്ലം, ഐ ആം ഫ്രം കേരള, ഐ ആം ഫ്രം ഇന്ത്യ. ഓക്കെ, നെക്സ്റ്റ്. മൈ ഫാമിലി, നമ്മുടെ കുടുംബം ഇല്ലാതെ ഒന്നുമില്ലല്ലോ. മൈ ഫാമിലി കൺസിസ്റ്റ് ഓഫ് 4 members. എണ്ണം പറയണം. മൈ ഫാമിലി കൺസിസ്റ്റ് ഓഫ് 4 members. മൈ ഫാദർ മിസ്റ്റർ രാധാകൃഷ്ണൻ, ഹി ഈസ് എ ഫാമർ. മൈ മദർ മിസ് തുളസി, ഷീ ഈസ് എ ഹൗസ് വൈഫ്. ഐ ഹാവ്, നമുക്ക് ബ്രദറോ സിസ്റ്ററോ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പറയാം.
ഐ ഹാവ് എ യങ്ങർ ബ്രദർ, ഇളയ സഹോദരൻ. ഐ ഹാവ് എ യങ്ങർ ബ്രദർ, യങ്ങർ ബ്രദർ. മൂത്ത സഹോദരൻ എന്ന് പറയുമ്പോഴോ ഐ ഹാവ് എൽഡർ ബ്രദർ. ഇതൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇത് സിസ്റ്റർ ആണെങ്കിൽ സിസ്റ്റർ ആക്കിയാൽ മതി. ഐ ഹാവ് എ യങ്ങർ സിസ്റ്റർ, ഐ ഹാവ് ആൻ എൽഡർ സിസ്റ്റർ. ഹർ നെയിം ഈസ്, ഷീ ഈസ് സ്റ്റഡിയിങ് ഇൻ, ഷീ ഈസ് വർക്കിംഗ് ആസ് എ ടീച്ചർ. നമുക്ക് പറയാം. നമ്മുടെ ഫാമിലിയെക്കുറിച്ച് കൂടുതലായിട്ട് പറയണ്ട. മൈ ഫാമിലി കൺസിസ്റ്റ് ഓഫ് 4 members. മൈ ഫാദർ മിസ്റ്റർ രാധാകൃഷ്ണൻ ഈസ് എ ഫാമർ. മൈ മദർ മിസ്സസ് തുളസി ഫായ്, ഷീ ഈസ് എ ഹൗസ് വൈഫ്. I have an elder sister. Her name is Renchini. Okay, she is studying in. She is working in. നമുക്കത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഗുഡ് മോർണിംഗ് സർ. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് ടു യു. ഐ ആം രഞ്ജിത്ത്. ഐ ആം ഫ്രം കരുനാഗപ്പള്ളി. ഐ ആം ഫ്രം എ മിഡിൽ ക്ലാസ് ഫാമിലി. മൈ ഫാമിലി കൺസിസ്റ്റ് ഓഫ് 4 members. മൈ ഫാദർ മിസ്റ്റർ രാധാകൃഷ്ണൻ, ഹി ഈസ് എ ഫാമർ. മൈ മദർ മിസ് തുളസി ഫായ്, ഷീ ഈസ് എ Mrs. Tulasi Fai, she is a housewife. Okay, I have an elder sister. I am studying in 10th standard in Sri Buddha Center School. I am studying in 10th standard, standard 10 in this school. School in the period. If work ചെയ്യുന്ന ഒരാളാണെങ്കിലോ I am working as a teacher in this school. I am working as a teacher. I am a teacher എന്ന് പറഞ്ഞാലും മതി. Okay. I am 12 years old, I am 20 years old, I am 30 years old. My hobbies are watching television, reading books, listening music, watching movies, etc. My ambition is to become a college professor. My ambition is to become a doctor. Thank you. ഒരുപാട് വാരി വലിച്ച് പറയണ്ട ഒരിടത്തും. ഇപ്പം നമ്മളെക്കുറിച്ച് പറയുമ്പോൾ ഒരു ക്ലാസ്സിൻ്റെ മുമ്പിലായാലും ഒരു ഓഡിയൻസിൻ്റെ മുമ്പിലായാലും എസ്പെഷ്യലി ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുമ്പിലായാലും ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് ചോദിച്ചാൽ ഏറ്റവും ബ്രീഫായിട്ട് പറയുന്നതാണ്. പിന്നെ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ ചോദിച്ചോളൂ. അവർക്ക് നിങ്ങളെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അവർ ആ സ്ഥലത്തെക്കുറിച്ച് ചോദിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ച് പ്രത്യേകിച്ച് ചോദിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച സ്കൂളിനെ കുറിച്ച് ചോദിക്കും. അതൊക്കെ അവർ ചോദിച്ചോളും. നമുക്ക് എപ്പോഴും ബ്രീഫായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ മതി. സോ എല്ലാവരും ഒരു ഇൻട്രൊഡക്ഷൻ ചെയ്ത് നോക്കണം. ഇത് വെച്ച് ഒന്നുകൂടെ പറയാം. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് ടു യു. I am Ranjit. I am from Karunagapalli, Kollam. My family, I am from a middle class family. My family consists of 4 members. My father, Mr. Radhakrishnan, he is a farmer. My mother, Mrs. Tulasi Fai, she is a housewife. I have an elder sister, her name is Renchini. പിന്നെ എങ്ങനെ പറയും? ബാക്കി എങ്ങനെയായിരുന്നു? I am studying in, I am working as a teacher. I have been working with Challenger App for the last 4 years, അല്ലെങ്കിൽ 2 years, 1 years എന്നൊക്കെ പറയും. ഐ എം സ്റ്റഡിയിങ് ഇൻ 7th standard in this school. സ്കൂളിൻ്റെ പേര്. ഐ എം വർക്കിംഗ് ആസ് എ ടീച്ചർ. ഐ എം വർക്കിംഗ് ആസ് എൻ അക്കൗണ്ടൻറ്റ് ഇൻ എ പ്രൈവറ്റ് കമ്പനി. ഐ ആം 7 years old. കുട്ടികൾ ചെയ്യുമ്പോൾ മതി വയസ്സൊക്കെ പറയുന്നത്, മുതിർന്നവർക്ക് അതിൻ്റെ ആവശ്യമില്ല. മൈ ഹോബീസ് ആർ വാച്ചിങ് ടെലിവിഷൻ, റീഡിങ് ബുക്സ്, ലിസണിങ് ടു മ്യൂസിക്, വാച്ചിങ് മൂവീസ്, റീഡിങ് ബുക്സ്, gardening, etc. My ambition is to become a doctor. Thank you. Okay, ഇത്രയും കാര്യങ്ങൾ ചെയ്യുക, അവസാനിപ്പിക്കുക. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ യൂട്യൂബ് വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കും എനിക്കും ദഹിക്കുന്ന കാര്യങ്ങൾ. നിങ്ങൾക്ക് വേണ്ടത് ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി എവിടെയെങ്കിലും പോയി നിൽക്കുമ്പോൾ, ആരുടെയെങ്കിലും മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടി ചളുപ്പ് വേണ്ട, നാണം വേണ്ട, ചമ്മണ്ട. ഇതങ്ങോട്ടൊന്ന് ഇലാബറേറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുക, റെഡി ആയിട്ടിരിക്കുക. ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്, ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കണം. പെട്ടെന്ന് തന്നെ നമുക്കൊരു 1K സബ്സ്ക്രൈബേഴ്സ് ആക്കിയെടുക്കണം. സോ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാം. വെക്കേഷന് വിദ്യാർത്ഥികൾക്ക് വേണ്ടി കോഴ്സ് വരുന്നുണ്ട് ഓൺലൈൻ, കേരളത്തിലും പുറത്തുമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടി. സോ പഠിക്കാൻ താല്പര്യമുള്ളവർക്കെല്ലാം നമുക്ക് 5ാം ക്ലാസ് മുതൽ +2 വരെയുള്ളവർക്കും അതിനുശേഷം അത് കഴിഞ്ഞുള്ള പ്രായത്തിലുള്ളവർക്ക് വേണ്ടി 2 കോഴ്സാണ് നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ എല്ലാവർക്കും ജോയിൻ ചെയ്യാം. തൽക്കാലത്തേക്ക് വിട വാങ്ങുന്നു. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ഫ്രം രഞ്ജിത്ത് ആർ കെ തഴവ.